പോളിംഗ് കുറഞ്ഞതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി തന്നെ എല്ലാ മുന്നണികൾക്കിടയിലും നടക്കുന്നുണ്ട്. 2019 വടകരയിലെ പോളിംഗ് എന്നത് 82% മുകളിലായിരുന്നു. അതായത് ആകെ വോട്ടർമാരായി ഉണ്ടായിരുന്നത് 12,80,926 പേരാണ്. ഇതിൽ 10,65,619 പേരും വോട്ട് ചെയ്തു. 82% മുകളിൽ പോളിംഗ് വന്നു എന്നതാണ്. ഇത്തവണ വാശിയേറിയ മത്സരം, തീപാറുന്ന പോരാട്ടം, പ്രചാരണമാണ് വടകരയിൽ നടന്നത്. പക്ഷേ പോളിംഗിൽ അത്ര വർധന വന്നില്ല. ചില മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. 77.91% പോളിംഗ്. അതായത് 14 ലക്ഷത്തിലധികം വോട്ടർമാരുണ്ട്. 14,21,883 വോട്ടർമാരുണ്ട്. ഇതിൽ 11,07,881 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഏകദേശം ഒരു 4%-ലധികം കുറവ് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കുറവുണ്ടെങ്കിൽ തന്നെ അത് തിരിച്ചടിയാകില്ല എന്നൊരു ആത്മവിശ്വാസം, ഒരു അവകാശവാദമൊക്കെ തന്നെയാണ് മുന്നണികൾ ഈ ഒരു ഘട്ടത്തിലും പറയുന്നത്. കാരണം അവരുടെ വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി വടകരയിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ വടകരയിൽ 79% മുകളിലുണ്ട്. കുറ്റ്യാടിയിൽ 78.3%, നാദാപുരത്ത് 78.29%, കൊയിലാണ്ടിയിൽ 76.72%, പേരാമ്പ്രയിൽ ഏറ്റവും അധികം 79.42% പോളിംഗ് ഉണ്ട്. തലശ്ശേരിയിൽ 76.01%, കൂത്തുപറമ്പ് 77.46%. അതായത് കണ്ണൂർ ജില്ലയുടെ ഭാഗമായി വരുന്ന തലശ്ശേരിയിലും കൂത്തുപറമ്പും മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോളിംഗ് കുറച്ച് കുറവാണ്. അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകും എന്നാണ് വലത് ക്യാമ്പുകൾ പറയുന്നത്. പക്ഷേ ഇടതുപക്ഷം കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. അവരുടെ വോട്ടുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഈ പോളിംഗ് മന്ദഗതിയായത് സംബന്ധിച്ച് രാത്രി 11:43 കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വരുന്ന അവസാനത്തെ വോട്ടർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നത്. അതായത് 6 മണിക്കാണ് സമയം, പോളിംഗിൻ്റെ സാധാരണ സമയം കഴിയുന്നത്. പക്ഷേ വടകര മണ്ഡലത്തിൽ ഇത് അവസാനിച്ചത് 11:43 എന്നതാണ്. അപ്പോൾ ഇത് പക്ഷേ ഈ പോളിംഗിലുണ്ടായ കുറവ് മന്ദഗതിയിലായത് സംബന്ധിച്ച ആശങ്കകളും സംശയങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവകാശവാദത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും മുന്നണികൾ വയ്ക്കുന്നില്ല. ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി ജയിക്കാൻ കഴിയുമെന്നാണ് യുഡിഎഫിനെങ്കിലും ഇന്നെന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഈ കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങളിലേക്കൊക്കെ സ്ഥാനാർത്ഥികൾ കടക്കേണ്ടതായി വരുന്നു? അത് ഈ ഫലത്തിലുള്ള എന്തെങ്കിലും ആശങ്കയെ മുൻനിർത്തിയുള്ള പ്രതികരണമായി കണക്കാക്കണോ ഷാഫിയുടെയും കെ ശൈലജയുടെയും ഒക്കെ? ദിവിഷേ, ഈ രാഷ്ട്രീയം പറയുന്നതിനൊപ്പം തന്നെ വ്യക്തി അധിക്ഷേപ ചർച്ചകൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, നിയമ നടപടികൾ അത് വളരെ സജീവമായി തന്നെ വടകരയിൽ നടന്നു വന്നതാണ്. രണ്ട് സ്ഥാനാർത്ഥികളും പരസ്പരം വക്കീൽ നോട്ടീസ് അയക്കുക, അതുപോലെയുള്ള നടപടിക്രമങ്ങളും ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസമാണ്, അതായത് ഈ യൂത്ത് ലീഗിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിച്ച രീതിയിലുള്ള മെസ്സേജ് എന്ന രീതിയിൽ ഒരു സ്ക്രീൻഷോട്ട് LDF തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയായി നൽകുകയാണ്. ആ സ്ക്രീൻഷോട്ടിൽ, ആ ഗ്രൂപ്പിൽ വന്ന മെസ്സേജായി പറയുന്നത്, ഷാഫി പറമ്പിൽ ദീനിയായ മനുഷ്യനാണ്, 5 നേരം നിസ്കരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഒരു വോട്ട് പാഴാക്കരുത്. അത് കാഫിറായ കെ ശൈലജയ്ക്ക്, വാക്കുകൾ അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാഫിറായ കെ ശൈലജയ്ക്ക് വോട്ട് നൽകി പാഴാക്കരുത്, ഷാഫി പറമ്പിൽ തന്നെ വോട്ട് നൽകണം എന്ന രീതിയിൽ യൂത്ത് ലീഗിൻ്റെതായ ഒരു ഗ്രൂപ്പിൽ പ്രചരിച്ചു എന്ന രീതിയിൽ LDF സ്ക്രീൻഷോട്ട് സഹിതം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയാണ് ഉണ്ടായത്. പക്ഷേ യൂത്ത് ലീഗിൻ്റെ പേരിലുണ്ടാക്കിയ വ്യാജ ഗ്രൂപ്പാണ് എന്നാണ് യൂത്ത് ലീഗ് പറയുന്നത്. അവരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ മെസ്സേജ് സഹിതമാണ് ഷാഫി പറമ്പിൽ അത് വൈകാരികമായി പ്രതികരിച്ചത്. അതായത് വർഗീയമായ രീതിയിൽ ധ്രുവീകരണത്തിനുള്ള നീക്കമാണ് ഇടതുപക്ഷം നോക്കിയത്. രാഷ്ട്രീയ മാനങ്ങളൊന്നും തന്നെ, രാഷ്ട്രീയ മര്യാദകളൊന്നും തന്നെ പാലിക്കാതെ ധ്രുവീകരണ നീക്കം ഇടതുപക്ഷം ശ്രമിച്ചു. എന്തൊക്കെ വ്യാജ പ്രചാരങ്ങളോ ഉണ്ടായാലും അതിൻ്റെയൊക്കെ ഫലം ജനങ്ങൾ തീരുമാനിച്ചത് പെട്ടിയിലായി കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഫലം കാരണം വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചവരുണ്ടെങ്കിൽ അവരുടെ വോട്ട് കിട്ടിയിട്ടുമില്ല. അപ്പോൾ എല്ലാം നമുക്ക് ജൂൺ 4 അറിയാം ഏതൊക്കെയാണ് ആളുകളെ സ്വാധീനിച്ചത്. ശരി രാഹുലെ.